ഉപരിപഠനത്തിനായി മക്കളെ പുറത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ ഓരോ മാതാപിതാക്കളുടെയും നെഞ്ചിൽ തീയായിരിക്കും. അതിനിടയിൽ ഇങ്ങനെയുള്ള മരണവാർത്തകൾ കൂടി കേൾക്കുമ്പോൾ അത് ആശങ്കകൾ ഇരട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാതാപിതാക്കളെ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും കാത്തുനിൽക്കാതെയാണ് സോണ മരണത്തിന് കീഴടങ്ങിയത്. ആലുവ തൈക്കാട്ടുകര എസ് എൻ പുരം സ്വദേശികളായ റോയ് ജിജി ദമ്പതികളുടെ മകളായ സോണ 3.5 വർഷങ്ങൾക്ക് മുൻപാണ് ജോർജിയയിലേക്ക് MBBS പഠനത്തിനായി പോകുന്നത്. ഏറെ പ്രതീക്ഷകളോടെയാണ് മാതാപിതാക്കൾ മകളെ വായ്പയെടുത്ത പഠനത്തിനായി വിദേശത്തേക്ക് പറഞ്ഞയക്കുന്നത്. പക്ഷേ വിധി അവരെ ഇങ്ങനെ വേട്ടയാടുമെന്ന് ആരും കരുതി കാണില്ല. ചെറിയൊരു പനിയിൽ തുടങ്ങി അത് ഒടുവിൽ മുഖക്കുരുവിലടക്കം രക്തം വരുന്ന അവസ്ഥയിലേക്കും പിന്നീട് കോമയിലേക്കും ആ 23-കാരിയെ കൊണ്ടെത്തിച്ചു. ഞാനും മരിക്കാൻ പോവുകയാണ് അമ്മയെന്ന് സോണ വീട്ടിലേക്ക് അമ്മയെ വിളിച്ചു പറഞ്ഞപ്പോൾ അമ്മയുടെ നെഞ്ചി പിടയുകയായിരുന്നു. നിനക്കൊന്നും സംഭവിക്കില്ല മോളെ, ഞങ്ങൾ എത്രയും പെട്ടെന്ന് വന്ന് നിന്നെ നാട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞാണ് അപ്പോൾ അമ്മ മകളെ ആശ്വസിപ്പിച്ചത്. സോണയുടെ ഈ ദാരുണമായ അനുഭവം വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമൊക്കെ വലിയൊരു പാഠം തന്നെയാണ്. ഒരു പനിയാണ് ആദ്യം സോണയ്ക്കുണ്ടാകുന്നത്. അവിടെ ആശുപത്രി ചിലവുകൾ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ തൽക്കാലം നാട്ടിൽ നിന്നും കൊണ്ടുവന്ന ഗുളികകൾ കഴിച്ചു. പിന്നീട് പനി മാറാത്തതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് പോകുന്നത്. പക്ഷേ അവിടെ നിന്നും 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഡോക്ടറെ കാണാനുള്ള അപ്പോയിന്റ്മെന്റ് ലഭിച്ചത്. എന്നാൽ ഇതിനിടെ പനി മാറിയെങ്കിലും വായിൽ നിന്നും മൂക്കിൽ നിന്നുമൊക്കെ രക്തം വരാൻ തുടങ്ങിയിരുന്നു. പിന്നീട് മൂത്രത്തിലൂടെയും രക്തം വരാൻ തുടങ്ങി. ഇതോടെ 2 ആഴ്ച കാത്തിരിക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കി പുറത്തുനിന്നും മറ്റൊരു ഡോക്ടറെ കണ്ട് സോണ ഗുളിക വാങ്ങി കഴിച്ചു. തുടർന്ന് രക്തം വരുന്നത് നിന്നുവെങ്കിലും ശക്തമായ തലവേദന അനുഭവപ്പെടാൻ തുടങ്ങി. വീണ്ടും ഗുളിക കഴിച്ച് വിശ്രമിച്ചുവെങ്കിലും മാതാപിതാക്കൾ എത്രയും പെട്ടെന്ന് മറ്റൊരു ആശുപത്രിയിൽ ചികിത്സ തേടാൻ പറഞ്ഞു. ഇതനുസരിച്ച് ആശുപത്രിയിൽ പോവുകയും അഡ്മിറ്റായി എന്ന് സോണ മാതാപിതാക്കളെ വിളിച്ച് അറിയിക്കുകയുമായിരുന്നു. റൂംമേറ്റ്സും മറ്റു സുഹൃത്തുക്കളുമാണ് ഈ സമയം സോണയ്ക്കൊപ്പം ഉണ്ടായിരുന്നത്. എന്നാൽ അവിടെ ചികിത്സയിൽ തുടരുന്നതിനിടെ സോണയുടെ മുഖത്തെ കുരുക്കളിൽ നിന്നടക്കം രക്തം വരാൻ തുടങ്ങി. ആദ്യം ഇത് മുഖക്കുരുവിൻ്റെതായിരിക്കുമെന്നാണ് ഇവർ കരുതിയിരുന്നത്. എന്നാൽ ഇതേ ലക്ഷണങ്ങളുമായി മറ്റൊരു കുട്ടി ഈയിടെ ആശുപത്രിയിൽ മരണപ്പെട്ടിരുന്നുവെന്നറിഞ്ഞതോടെയാണ് സോണ വീട്ടിലേക്ക് വിളിച്ച് താനും മരണപ്പെടുമെന്ന് പറയുന്നത്. അപ്പോഴെല്ലാം സോണയെ ഉടൻ നാട്ടിലെത്തിക്കാം, വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ മാതാപിതാക്കൾ ആശ്വസിപ്പിക്കുകയായിരുന്നു. പിന്നീട് ആശുപത്രിയിൽ നിന്നും രക്തം കയറ്റിയതിന് പിന്നാലെ സോണയുടെ ഒരു കൈ തളർന്നു എന്ന വിവരവും ലഭിച്ചു. തൊട്ടുപിന്നാലെ തന്നെ സോണ കോമയിലാവുകയും തുടർന്ന് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. കോമയിൽ കഴിയുന്ന സോണയെ നാട്ടിലെത്തിക്കാൻ ലക്ഷങ്ങൾ വേണ്ടിവരുമെന്ന് അറിഞ്ഞതോടെ പ്രതിസന്ധിയിലായ കുടുംബം സർക്കാരിന്റെ ഇടപെടലിന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഉറ്റ ബന്ധുക്കൾ എത്തിയാൽ മാത്രമേ സോണയെ തിരികെ എത്തിക്കാനാവൂ എന്നതിനാൽ ജോർജിയയിലേക്ക് പോകാൻ വിസയ്ക്കടക്കം അപേക്ഷിച്ച് കാത്തിരിക്കുകയായിരുന്നു കുടുംബം. മകളെ നാട്ടിലെത്തിച്ച് മികച്ച ചികിത്സ നൽകി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാമെന്ന ശുഭപ്രതീക്ഷയിലായിരുന്നു മാതാപിതാക്കൾ. എന്നാൽ എല്ലാ പ്രാർത്ഥനകളെയും വിഫലമാക്കിക്കൊണ്ടാണ് സോണ എന്നേക്കുമായി യാത്രയായി എന്ന വാർത്ത അവിടെ നിന്നും എത്തുന്നത്. ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലും ഒക്കെയുള്ള പ്രവാസികളും വിദ്യാർത്ഥികളുമൊക്കെ മിക്കവാറും ചെയ്യുന്ന ഒന്നുതന്നെയാണ് അസുഖം വന്നാൽ ആശുപത്രിയിൽ പോകാതെ മരുന്ന് വാങ്ങി കഴിക്കുക എന്നത്. അവിടുത്തെ ഭാരിച്ച ചികിത്സാ ചെലവുകൾ തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം. എന്നാൽ കൃത്യമായ രോഗനിർണയം നടത്താതെ ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുന്നത് തികച്ചും അപകടം വിളിച്ചു വരുത്തുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ എന്ത് അസുഖമാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് പോയി ഡോക്ടറെ കാണാൻ സാധിക്കും. എന്നാൽ വിദേശത്ത് പലയിടത്തും ജനറൽ പ്രാക്ടീഷണറുടെ അപ്പോയിന്റ്മെന്റ് ലഭിക്കാൻ പോലും ആഴ്ചകളോളം കാത്തിരിക്കേണ്ടി വരും. അവിടെ അത്യാഹിത വിഭാഗത്തിൽ പോയാൽ മാത്രമേ പെട്ടെന്നുള്ള ചികിത്സകൾ ലഭ്യമാകൂ. എന്നാൽ രോഗലക്ഷണങ്ങൾ ഗുരുതരമല്ലെന്ന് അവർക്ക് തോന്നിയാൽ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടിയും വന്നേക്കാം. എന്തായാലും ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. സോണയുടെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കണമെന്നതാണ് ഇപ്പോൾ ബന്ധുക്കളുടെ ആവശ്യം.